പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ്റെ വിശേഷങ്ങൾ കേട്ടു. ആ വിശേഷങ്ങളുടെ തുടർച്ചയായി ഇന്നീ എപ്പിസോഡിൽ അച്ഛൻ്റെ അനുഭവങ്ങൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. മാണിപ്പറമ്പിൽ അച്ഛ, അച്ഛനൊരു വചന വിജ്ഞാനകോശം തന്നെയാണ്. ഞങ്ങൾക്ക് ഡൗട്ടില്ല, അത്രമാത്രം പുസ്തകങ്ങളിലൂടെ കടന്നുപോയി. എത്ര പുസ്തകങ്ങൾ ഇതുവരെ അച്ഛൻ എഴുതിയിരിക്കുന്നു? പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എത്ര പുസ്തകങ്ങളാണ്? മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതര ഭാഷകളിലും അല്ല. കൃത്യം കണക്ക് എൻ്റെ കയ്യിലില്ല. ഏകദേശം 70ഓളം ഗ്രന്ഥങ്ങൾ എന്നാണ് ഞാൻ പറയാം. 70ഓളം ഗ്രന്ഥങ്ങൾ. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 13. ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കാത്ത ചില പുസ്തകങ്ങൾ മറ്റു ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ 7 രാജ്യങ്ങളിൽ സ്ഥിരമായിട്ട് ബൈബിൾ ക്ലാസ്സിനും ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അവിടെ ഞാൻ ധ്യാനിപ്പിക്കുന്ന സംഗതികൾ അവർ റെക്കോർഡ് ചെയ്ത് അവർ തന്നെ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ അത് എഡിറ്റ് ചെയ്ത് പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്. അല്ലാതെ എൻ്റെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ 3 എണ്ണം പോളിഷ് ഭാഷയിൽ, ഫ്രഞ്ച് ഭാഷയിൽ, സ്പാനിഷ് ഭാഷയിൽ, ജർമ്മൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേറെ 2 പുസ്തകങ്ങളും അതുപോലെ തന്നെ ജർമ്മൻ, പോളിഷ് ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊല്ലം വേറെ 2 എണ്ണം അവർ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ജേർണൽസും ആർട്ടിക്കിൾസും ഒക്കെ ആയിട്ട് വിടുന്നുണ്ടാവില്ലേ? അതിങ്ങനെ ഞാൻ പല ഇതിലും കോളംനിസ്റ്റാണ്. എല്ലാ മാസവും ഇറങ്ങുന്ന ചില മാസികളിൽ, ഇംഗ്ലീഷ് മാസികളിൽ എൻ്റെ സ്ഥിരമായിട്ടുള്ള പങ്ക്തികളുണ്ട്. അപ്പം അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ കൃത്യം എണ്ണം എനിക്കറിയില്ല. മലയാളത്തിൽ ഏകദേശം 60-62 ഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷിൽ ഒരു 13 എണ്ണം ഉണ്ട്, പിന്നെ മറ്റ് ഭാഷകളിലുണ്ട്. അതിലേറ്റവും ഹിറ്റായിട്ടുള്ളൊരു പുസ്തകമാണ് 4 Streams of Love എന്ന് പറഞ്ഞ ഈ പുസ്തകം. കഴിഞ്ഞ വർഷം ഞാൻ പോളണ്ടിൽ ഒരു മരിയൻ കൺവെൻഷന് ഒരു ഫുൾ ഡേ എൻ്റെ പ്രീച്ചിങ് ആയിരുന്നു. പോളണ്ടിൽ ഒരു രൂപതയിൽ നിന്ന് മറ്റൊരു രൂപതയിലേക്ക് ബ്ലാക്ക് മെഡോണയുടെ ഐക്കൺ കൈമാറുമ്പോൾ 24 മെത്രാന്മാർ, ഒരു 200-300 അച്ഛന്മാർ, 5000 പേര് വരുന്ന ഒരു മാർക്കറ്റ്, പബ്ലിക് മാർക്കറ്റ് പ്ലേസ് വെച്ചിട്ടാണ് ആ മരിയൻ കൺവെൻഷൻ ആയിരുന്നത്. അപ്പോൾ ആ കൺവെൻഷൻ്റെ സമാപനത്തിൽ ഒരു മെത്രാനച്ചൻ ഇതിൻ്റെ പോളിഷ് എഡിഷൻ എടുത്തിട്ട് പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ദിസ് ഇസ് ദ ABCD ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു മതത്തിൻ്റെ ABCD എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലടുത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞു. 4000 കോപ്പിയാണ് അന്ന് വിറ്റുപോയത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ വരുന്നുണ്ട്. ഇത് ഞാൻ ഇംഗ്ലീഷ് അറിയുന്നവർക്കാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഇനി ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ ഇതിലത്തെ പ്രധാനപ്പെട്ട കണ്ടൻസ് എല്ലാം മലയാളത്തിലുള്ള ഒരു സംഗതിയാണ്. 32 മണിക്കൂർ എൻ്റെ പ്രഭാഷണങ്ങളാണ്. യേശുവിൻ്റെ രഹസ്യത്തിലേക്കുള്ള ഒരു ആവാഹനം എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയാം. യേശു ആരാണ്? യേശു ആരാണെന്ന് അറിയുന്നതിലൂടെ നമുക്കറിയാം നമ്മൾ ആരാണെന്ന്. നമ്മൾ എന്തിനു ഭൂമിയിൽ നമ്മൾ എവിടേക്കാണ് പോണേ, ഇതറിയാൻ യേശു എന്ന രഹസ്യത്തിൽ അറിയണം. അതറിയാനുള്ളൊരു ശ്രമം, അറിയിക്കാനുള്ള ശ്രമമാണ് ഇത് മലയാളത്തിൽ 32 മണിക്കൂറുണ്ട്. ഇതിൽ അച്ഛൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകങ്ങളിൽ എന്തെങ്കിലും സഭ പ്രത്യേകമായിട്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവാർഡുകളോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. എൻ്റെ സുവിശേഷങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയ, ശരിക്കും പറഞ്ഞാൽ ആനത്തടം എന്ന പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് എഴുതിയ, രൂപതയിൽ ആനത്തടം, അതെ, അവിടെയുള്ള ഇടവകയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ 4 ഗ്രന്ഥങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഇതിന് KCBC 1998 യുവപ്രതിഭ അവാർഡ് നൽകിയിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു, സഭയുടെ അംഗീകാരമായിരുന്നു. എനിക്കന്ന് മാസ്റ്റേഴ്സ് ഇല്ല, ഡോക്ടറേറ്റ് ഇല്ല, ഒരു സാധാരണ വികാരിയച്ഛൻ. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അച്ഛന് ചെറുപ്പ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് അച്ഛൻ്റെ ബാല്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഒരുപാട് തിക്തവേദനയുണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. ഇഷ്ടയകളത്തിൽ പോകുകയും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ബാല്യത്തിനുണ്ടായിട്ടുള്ള തിക്തമായിട്ടുള്ള വേദനകളായിരിക്കും ഒരുപക്ഷെ 19-ാം വയസ്സിൽ പോലും അച്ഛൻ തൂലിക എടുത്ത് എഴുതാനായിട്ടുള്ള പ്രചോദനം നൽകിയത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പം മുതലുള്ള ശീലം, ഇപ്പോഴും ഞാനത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിധം എങ്ങനെ, അതെൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങിയൊരു ശീലമാണ്. അത് അല്പം അനുഭവം പറഞ്ഞാലത് മനസ്സിലാകൂ. ഞാനൊക്കെ ജനിക്കുന്ന സമയത്തോടെ ഞങ്ങളുടെ വീട്ടിൽ വല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ശരിക്കും പറയാം, ഏകദേശം ഏത് വർഷം? ഞാൻ ജനിച്ചത് 1964-ലാണ്. അപ്പോൾ അപ്പോഴേക്കും കടം കയറി, ബാങ്ക്, പിന്നെ കേസുകൾ, പിന്നെ ഭൂമി ജപ്തി ചെയ്ത് പോയി, അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എന്ന് വെച്ചാൽ 10 വയസ്സ്. അപ്പോൾ അക്കാലത്ത് ഞങ്ങൾക്ക് ആ കൂടി കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് തെങ്ങുണ്ട്. ഞങ്ങൾ 9 മക്കൾ, അപ്പൻ, അമ്മ.
അന്ന് അപ്പൻ്റെ അമ്മ ഗ്രാൻഡ് മദർ ഉണ്ട്. അപ്പം ഇത്രയും പേര് 12 പേരുണ്ട് ആ വീട്ടിൽ. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭൂമി ഉണ്ടെന്നല്ലാതെ ഭക്ഷണം കഴിക്കാൻ വലിയ പ്രയാസമാണ്. അതെ. അപ്പം അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ നാട്ടിലൊരു ചെറിയ പ്രമാണികയായിരുന്നു. പക്ഷേ നിവൃത്തികേട് വന്നപ്പം അപ്പൻ തെങ്ങിന്മേ കയറാൻ പഠിച്ചു. അങ്ങനെ കയറിയിട്ട് 3 തേങ്ങ ഇടും. 3 തേങ്ങ ഇട്ട് അത് പൊതിച്ച് എൻ്റെ കയ്യിൽ തന്നു വിടും. ഞാൻ പറഞ്ഞില്ല, 7ാമത്തെ മകനാണ് ഞാൻ. എനിക്ക് ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. പക്ഷെ അവരൊന്നും ഈ തേങ്ങയും കൊണ്ട് പോകില്ല കടയിൽ വിൽക്കാൻ. കാരണം തേങ്ങ മൂത്തിട്ടില്ല, കരിക്ക് വിട്ടിട്ടുള്ളൂ. അവർക്കറിയാം അത് വിൽക്കാൻ മാത്രം മൂത്തിട്ടില്ല. എനിക്കും അതറിയാം. പക്ഷെ അവരെല്ലാം മുതിർന്നവരായതുകൊണ്ട് നാണക്കേടാണ് പോകാൻ. അപ്പൻ എൻ്റെ കയ്യിൽ തരും. അപ്പോൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് സഞ്ചിയിൽ 3 തേങ്ങയിട്ട് ഞാൻ വീടിൻ്റെ പടിക്ക് എത്താറാവുമ്പോൾ ഒരു ഇച്ചിരി സെക്കൻഡ് നിൽക്കുക അവിടെ. എന്നിട്ട് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയും, 12 പേരുടെ ജീവൻ എൻ്റെ കയ്യിലിരിക്കണേ, ഞാൻ പറയുന്ന പൈസ എനിക്ക് തരണം. ഇവിടെ ബാർഗൈനും നെഗോസിയേഷനും പരിപാടിയൊന്നും ഇല്ല, പേശലും പണങ്ങളും പരിപാടി നടക്കില്ല. ഞാൻ പറയുന്ന പൈസ എനിക്ക് തരണം. ഇത്രയും പറഞ്ഞിട്ടാണ് ഞാൻ കടയിൽ പോണേ. അപ്പോൾ അവിടെ അങ്ങാടിയിൽ ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കടകൾ ഇപ്പോഴും ഉണ്ട്. അന്ന് അദ്ദേഹത്തിന് ചായക്കടയായിരുന്നു. ഈ ചായക്കടയിൽ ഞാൻ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് അറിയത് മൂത്തിട്ടില്ല, എനിക്കും അറിയത് മൂത്തിട്ടില്ല. കടയിൽ വരുന്നവർക്കൊക്കെ അറിയാം. അതൊക്കെ ഈ തേങ്ങ എടുത്തിട്ട് കണ്ണങ്ങ് ഞെക്കും, അതങ്ങ് കീഴ്പോട്ട് പോകും. എന്ന് വെച്ചാൽ മൂത്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കടയിലിരിക്കുന്നവരെ കാണിക്കുന്നതൊക്കെ ഇന്ന് മൂത്തിട്ടില്ല. അപ്പം ഞാൻ പറയും, പുട്ടുണ്ടാക്കുന്ന ഈ ഇത്ര മൂപ്പ് മതി, പുട്ടുണ്ടാക്കിയത് മതി. ഇങ്ങനെ ഞാൻ വാചകടിക്കുകയാണ്. എൻ്റെ വാചകടി കൊണ്ട് വേണം ഈ തേങ്ങ മൂക്കാൻ. ഞാൻ ശല്യമായി തീരുകയാണ് ഇവിടേക്ക്. അവസാനം എൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഞാൻ പറഞ്ഞ പൈസ എടുത്തു തരും. അത് കിട്ടിയാലും ഞാൻ കടയിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതൊരു ചെറുപ്പം മുതലുള്ളൊരു ഇതായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക. ഇപ്പോഴും ഞാൻ കർത്താവിനോട് അങ്ങനെ പറയാം. കർത്താവിനോട് ഞാൻ പറയും, നീ ഇതങ്ങ് ചെയ്യ്. ഇവിടെ പേശാനും പണങ്ങനെ നേരല്ല, നീ ഇതങ്ങ് ചെയ്യ്. ചെയ്തില്ലെങ്കിലോ നീ പറഞ്ഞ് ഞാൻ ചെയ്യില്ലേ? അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ്, ഒരു ഉടമ്പടിയാണല്ലോ. നീ പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് നീ ചെയ്യ്. അങ്ങനെയുള്ള ഒരു പഴയ നിയമത്തിലെ യാക്കോബ് അനുഗ്രഹിച്ചാൽ ഞാൻ വിടില്ല. മറിയം പറയുന്നുണ്ട്, നീ ഇത് ചെയ്യ്, എന്റെ സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴും അവള് പറഞ്ഞു അത് ചെയ്തു കൊടുക്കുക, അതാണ് എന്റെ മര്യാദ. അതാണ് സ്റ്റൈല്. പക്ഷേ അതേസമയം തന്നെ ഒരു റെസിഗ്നേഷൻ ഇതിനകത്തുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഭാവികളും ബലഹീനരും ഒക്കെയാണ്. അപ്പം പറയുന്ന പോലെ നമ്മൾ ജീവിച്ചിട്ടില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇത് അച്ഛൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാൻ പറ്റുന്നത് തമ്പുരാനിലുള്ള ആശ്രയമാണ്. അതാണ് കാര്യം. അതിൽ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് ഈ ഇത്രയും പുസ്തകങ്ങൾ അച്ഛൻ എഴുതിയതൊക്കെ ദൈവാശ്രയബോധത്തിലാണ്. അത്രേ ഉള്ളൂ. അവനില്ലേ നമ്മളൊന്നുമല്ല. പക്ഷെ അതേസമയം ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നു നമ്മൾ. അതെ, കുഞ്ഞുങ്ങളെ പോലെ ആകാനാ അവൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കതുപോലെ പറയാം. കേട്ടില്ലെങ്കിൽ ഞാൻ പറയും, ഒക്കെ നിന്നെ തോന്നിയാസം പോലെ കേട്ടെന്ന് പറയും. ഈ പുസ്തകങ്ങളിലൂടെ എല്ലാം കൂടുതലും യേശു ആരാണെന്നാണ് കൂടുതൽ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനം അച്ഛൻ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ളൊരു പുസ്തകവും അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും പരിശുദ്ധ അമ്മയുടെ പേരിലും കാര്യങ്ങളൊക്കെ ആയതിനാൽ തന്നെ സഭയ്ക്ക് പരിശുദ്ധ അമ്മയിലൂടെ, അതും വചനം മാംസം ധരിപ്പിക്കുവാൻ മാത്രം ശേഷിയുള്ള ഒരു അമ്മയായി തീർന്ന പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് അച്ഛൻ ഇതുപോലെയുള്ള ഒരു പുസ്തകം എഴുതാനുള്ള പ്രചോദനം എന്താണ്? ഞാൻ മധ്യപ്രദേശിലെ സത്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെമിനാരി ഉണ്ട്, സെന്റ് എഫ്രൈംസ് തിയോളഗേറ്റ്. അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്നു. ടാൻസാനിയ പഠിപ്പിക്കുമ്പോൾ ഒരു സെമസ്റ്റർ ടാൻസാനിയയിലും ഒരു സെമസ്റ്റർ ഇവിടെയും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ ചമ്മാച്ചന്മാർ മറിയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നി ഇത് വളരെ ഒട്ടും ആഴമില്ല. മറിയം എന്ന രഹസ്യത്തെ നേരെ ചെവിയല്ല അവതരിപ്പിക്കണമെന്ന് അവർക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ മറിയം എന്ന രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്തണം. യേശുവിലേക്ക് ആത്മാവിനാൽ യേശു ജനിക്കുന്നതിന് മുമ്പ് ആത്മാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതാണ് ഈ മറിയം എന്ന രഹസ്യത്തിൽ. അവള് യെസ് പറഞ്ഞപ്പോഴാണ്, അവളുടെ അനുസരണത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ ലോകത്തിൽ കിട്ടിയത്. അപ്പം ലോകത്തിലേക്ക് വരാൻ ദൈവം കണ്ടെത്തിയ വാതില് മറിയത്തിൻ്റെ അനുസരണമാണ്. അവളെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇനി ഈ മറിയത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എനിക്ക് അവരുടെ ഒറ്റ വാക്കേ പറയാനുള്ളൂ. കുരിശിന് താഴെ യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ അമ്മ. മറിയം എന്നോ യോഹന്നാൻ എന്നോ ബൈബിൾ എഴുതിയിട്ടില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ അമ്മ. അങ്ങനെ ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യേശു അവരെ പരസ്പരം ഭരമേൽപ്പിക്കുമ്പോൾ ഒരു വചനം കൂടി അവിടെയുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ അവൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. അതെ, യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ അവൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. ഇത് തിരിച്ചിട്ടാൽ ഉത്തരം കിട്ടും.
നമ്മുടെ ഭവനത്തിൽ അമ്മയെ സ്വീകരിക്കാത്തവരൊന്നും യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. യേശു സ്നേഹിച്ച ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയെ വീട്ടിൽ സ്വീകരിക്കും, സംരക്ഷിക്കുകയും ചെയ്യും, ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാത്തവരൊന്നും യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. ഉത്തരം കിട്ടി. നമ്മളെല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു സ്നേഹവും നമ്മുടെ സ്വന്തം ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും നമ്മുടെ ഇടവകയിലേക്കും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനവും വിലയും ഉണ്ടായിരിക്കണം. ഇന്ന് ചില സ്ഥലങ്ങളിൽ നമ്മുടെ സഭയിൽ തന്നെ ചില സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ ഭക്തി ഉണ്ടോ, അതോ യേശുവിനേക്കാളും കൂടുതൽ വിശുദ്ധ വലിയേക്കാളും കൂടുതൽ ഭക്തി ഉണ്ടോ എന്നൊരു സംശയം പോലും ജനങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിന് മറ്റൊരു പ്രസക്തി ഉള്ളത്. ഈ സത്യവിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം ലോകാവസാനം വരെ പോണ്ടതാണ്. അതെ. ഉദാഹരണം പറഞ്ഞാൽ പൂജരാജാക്കള്, ജ്ഞാനികള് ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടു എന്നാണ് മത്തായി 2-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നത്. ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടു ഭവനത്തിൽ. അതെ. ഇന്ന് യേശുവിനെ അമ്മയായ മറിയത്തോടു കൂടി ദേവാലയത്തിൽ കാണുന്നതിൽ എന്താ തെറ്റ്? ഈ തിരുവചനമാണോ ദൈവവചനമാണോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ ആട്ടിടയന്മാർ വന്നപ്പോൾ ശിശുവിനെ അമ്മയായ മറിയത്തോടും ജോസഫിനോടും കൂടെ കണ്ടു എന്നാണ്. ഇത് വെറും ചരിത്രം മാത്രമാണോ അതോ ദൈവവചനമാണോ? അതാണ് ചോദ്യം. ഇത് ചരിത്രം മാത്രമാണ് എന്നാണ് ഏതെങ്കിലും വിഭാഗങ്ങൾ പറയുന്നെങ്കിൽ എനിക്ക് അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. ബൈബിൾ ചരിത്രഗ്രന്ഥം മാത്രമാണോ, ജീവിക്കുന്ന ദൈവവചനമാണോ? ഇന്നും നമുക്ക് പ്രസക്തിയുണ്ടോ ആ വചനത്തിന് എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ അന്നത്തെ കാര്യം മാത്രമാണ് എന്ന് പറയുന്നെങ്കിൽ അവർ ക്രൈസ്തവരേ അല്ലെന്ന് ഞാൻ വിചാരിക്കണം. ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതെങ്ങനെയാണ്? അതിന് ഇന്നും വിലയുള്ളത് കൊണ്ടാണ്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് അത് ജീവിക്കുന്ന വചനമാകുന്നത്. അപ്പോൾ ഇന്ന് ജോസഫിനോടും മറിയത്തോടും കൂടെ ശിശുവിനെ യേശുവിനെ ദേവാലയത്തിലോ നമ്മുടെ കുടുംബത്തിലോ കണ്ടാൽ എന്താണ് തെറ്റ്? ഉത്തരം കിട്ടിയല്ലോ. തീർച്ചയായിട്ടും എനിക്ക് തോന്നിയത് അച്ഛൻ്റെ വിജ്ഞാനകോശം തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ കൊതിച്ചിരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അറിവിൻ്റെ ലോകം മറ്റുള്ള സഭയെ നയിക്കപ്പെടേണ്ട ലോകമാണ്. ആയതിനാൽ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന കാഴ്ചപ്പാടുകളെക്കുറിച്ചും സഭയുടെ മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചും പണ്ഡിതനായ മാണിപ്പറമ്പിലച്ഛൻ്റെ വിചിന്തനത്തിലൂടെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവപരിപാലനയാൽ സഭയ്ക്ക് ഇന്ന് വരെ ലഭിച്ചിരിക്കുന്ന എല്ലാ നേതൃത്വവും അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ദൈവം നൽകിയതാണ്. അതെ. ബെനഡിക്ട് പാപ്പായെ കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. അതെ, എന്നാലാണല്ലോ ഫ്രാൻസിസ് പാപ്പയിലെത്തിയൊരു കാര്യമുള്ളത്. പ്രത്യേകിച്ച് പാശ്ചാത്യ സഭയിൽ അങ്ങേറ്റം ഈ സഭ നൗക എന്ന് പറയുമ്പോൾ ഒരു കപ്പലാണ് സഭ. അതാകെ താറുമാറായി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബെനഡിക്ട് പാപ്പ ജോസഫ് റാറ്റ്സിംഗർ വത്തിക്കാനിൽ വരുന്നതും ഈ സഭയുടെ കേടുപാടുകൾ തീർക്കുന്നതിൽ, ഈ സഭയാകുന്ന കപ്പലിന് കേടുപാട് തീർക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്ന് വെച്ചാൽ വത്തിക്കാൻ സെക്കൻഡ് മുമ്പത്തെ കാലഘട്ടമാണ് പറയുന്നത്. അവിടെ തൊട്ട് 1965 തൊട്ടുള്ള കാലഘട്ടത്തിൽ ദൈവം മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച പാശ്ചാത്യ ഫിലോസഫി അതാണ് ഇപ്പോഴും. അതെ, അതാണ് ഇപ്പോഴും ലോകത്തെ ഭരിക്കണേ. ദൈവം മരിച്ചു, അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഒരു റോള് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിചാരിച്ച് അങ്ങനെ പ്രചരിപ്പിച്ച ഒരു കാലഘട്ടം തുടങ്ങി ഈ അദ്ദേഹം രാജിവെക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ സഭ എന്ന കപ്പലിന്റെ കേടുപാട് തീർക്കാൻ അദ്ദേഹം ശ്രമിച്ച പങ്ക് വളരെ ദൈവശാസ്ത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയുടെ പങ്ക് വഹിച്ചിട്ടുള്ള പിതാവാണ് ബെനഡിക്ട് 16-ാം പിതാവ്. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് എന്താണ്? കേടുപാടലൊക്കെ തീർത്തു കഴിഞ്ഞു കപ്പലുണ്ടായി, എനിക്ക് തൊഴഞ്ഞക്കരണ്ട് എത്തിച്ചാൽ മതി. അതെ അതെ അതെ. അപ്പൊ ആ കപ്പിത്താനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എനിക്കൊന്ന് സഭയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതെ അതെ, ലാളിത്യത്തിലൂടെയും വിനയത്തിലൂടെയൊക്കെ ഒരുപാട്. അതെ. പക്ഷെ അതേസമയം എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരു അനുവാചകൻ ഒരിക്കൽ എന്നെ വിളിച്ച്, പാലായിൽ നിന്നാണ് അദ്ദേഹം വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, എന്നോട് ചോദ്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രമാത്രം ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം അച്ഛൻ അറിയോ, രഹസ്യം അച്ഛൻ അറിയോ എന്ന് ചോദിച്ചു എന്നോട്. എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയാണ്, ഒരു മാർപ്പാപ്പ അപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, ഇപ്പുറത്ത് മാർപ്പാപ്പ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. ദൈവത്തിന് 1000 നന്ദി. ഒരു മാർപ്പാപ്പ മുട്ടുകുത്തി അപ്പുറത്ത് പ്രാർത്ഥിക്കുകയാണ്, ഇപ്പുറത്ത് അത്ഭുതങ്ങൾ ചെയ്യുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ രണ്ടുപേരും കർത്താവ് എന്തുമാത്രം ശക്തിയിലാണ് പ്രവർത്തിക്കണേ, ഈ പ്രാർത്ഥനയും പ്രവർത്തനവും അത്ഭുതമായിട്ട് മാറുന്നത് എങ്ങനെയാണ്, സഭ എന്തുമാത്രം ലളിതമാകണം,
ബെനഡിക്ട് പാപ്പ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ലളിതമാകേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ക്രിസ്തു ധർമ്മ പ്രവേശിക എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു പുസ്തകം ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ വരുന്ന ചിന്തകൾ അത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ ബേസ്മെൻറ്റിലൂടെ വന്ന് അതും സഭയുടെ വിശ്വാസ വളർച്ചയുടെ ഭാഗമായിട്ട് വാർത്തെടുക്കപ്പെടുമ്പോൾ ഇത് തർജ്ജമ ചെയ്യാനും ഇതിൻ്റെ അന്തസത്തയെയും കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ തന്നെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. വചനവിജ്ഞാനം എന്ന് പറഞ്ഞ എൻ്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട് മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച്. ഇതിലത്തെ ഒരു വചനം ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഗ്രന്ഥമല്ല ഇത്. എങ്കിലും എനിക്ക് എൻ്റേതായ ഗ്രന്ഥങ്ങൾ ഒരുപാട് രചിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എങ്കിലും ബെനഡിക്ട് മാർപ്പാപ്പയെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോകും, കുറവായി പോകുമെന്ന് ഞാൻ കരുതി. സഭയെ നവീകരിച്ച് വാർത്തെടുത്ത ഒരു വ്യക്തി. അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ ആഴം ഇത്രമേൽ ഉറച്ചൊരു പാറമേലാണ് നമ്മുടെ വിശ്വാസം പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യം വന്നത് ബെനഡിക്ട് പാപ്പായുടെ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞ 3 വോളിയംസ്, പിന്നെ ക്രിസ്തുധർമ്മ പ്രവേശിക, ലോകത്തിൻ്റെ പ്രകാശം, ഭൂമിയുടെ ഉപ്പ്, ഈ ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്തപ്പോഴാണ്. അതിൽ തന്നെ ഇതൊരു യുണീക്ക് ഗ്രന്ഥമാണ്. ഇതിന് സത്യം പറഞ്ഞ ഒരു ചരിത്രം കൂടിയുണ്ട്. വത്തിക്കാൻ സൂനദോസ് കഴിഞ്ഞ കാലയളവിൽ 1968 അദ്ദേഹം എഴുതിയത്. കഴിഞ്ഞിട്ടുള്ളൂ. സൂനദോസ് കഴിഞ്ഞ ആദ്യത്തെ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് സൂനദോസിനെ കുറിച്ച് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഗ്രന്ഥമാണിത്. ഇത് വായിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ പോൾ ആറമൻ മാർപ്പാപ്പ ചെയ്തത് ജോസഫ് റാറ്റ്സിംഗറെ മ്യൂണിച്ചിലെ ആർച്ച് ബിഷപ്പായി നിയമിക്കുകയാണ്. അപ്പോൾ അന്ന് തീർത്തും ജോസഫ് റാറ്റ്സിംഗർ പിതാവിന് എത്ര വയസ്സ് കാണും കൃത്യം എനിക്ക് അറിയില്ല, എന്നാലും വളരെ ചെറുപ്പമാണ്. ഈ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ജോൺ പോൾ രണ്ടാമൻ ചെയ്തത് വത്തിക്കാനിലേക്ക് വന്ന് വിശ്വാസദർശകന്റെ തലവനാകാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം വിസമ്മതിച്ചു. ആർച്ച് ബിഷപ്പ് ആയിരിക്കുമ്പോഴും കലാലയങ്ങളിൽ പഠിപ്പിച്ചിരുന്നു, കത്തോലിക്ക യൂണിവേഴ്സിറ്റികൾ, ക്രൈസ്തവ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിരുന്നു. അതൊക്കെ മതി, പുസ്തകം എഴുത്തും ദൈവശാസ്ത്രം ഞാൻ ജീവിക്കലാണ് ദൈവവിളി എന്ന് വിചാരിച്ചിരുന്ന റാറ്റ്സിംഗർ ആദ്യം ചെല്ലാൻ സമ്മതിച്ചു, വത്തിക്കാനിലേക്ക് പോകാൻ വിസമ്മതിച്ചു. മാപ്പാപ്പയുടെ തൊട്ട് താഴെ സ്ഥാനത്തിന് വിളിച്ചെന്ന് ഓർക്കണം. അദ്ദേഹം വിസമ്മതിച്ചു. പിന്നീട് ജോൺ പോൾ രണ്ടാമന് വെടിയേറ്റു. അദ്ദേഹം സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ജോസഫ് റാറ്റ്സിംഗറോട് പറഞ്ഞു, വത്തിക്കാനിൽ വന്ന് എന്നെ സഹായിക്കൂ. അങ്ങനെയാണ് 1981 മുതൽ വത്തിക്കാനിലെ വിശ്വാസ ദർശകന്റെ തലവനായി അദ്ദേഹം നിയമിക്കപ്പെടുന്നത്. അതിൻ്റെ കാരണം, അടിത്തറ ഈ ഗ്രന്ഥമാണ്. എന്താണ് ഈ ഗ്രന്ഥം? ശരിക്കും പറഞ്ഞാൽ 2 ഭാഗമായിട്ട് തിരിക്കാം. വിശ്വാസ പ്രമാണത്തിൽ 12 വകുപ്പുകളുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഐതിഹ്യം അനുസരിച്ച് ഓരോ വകുപ്പും ഓരോ അപ്പസ്തലനിൽ നിന്ന് വന്നതാണ്. 12 അപ്പസ്തലന്മാരാണല്ലോ, ഓരോ വകുപ്പും ഓരോ അപ്പസ്തലനിൽ നിന്ന് വന്നതാണ്. അതൊരു ഐതിഹ്യമാണ്. എങ്കിലും ആ 12 വകുപ്പുകളുടെ വ്യാഖ്യാനാണിത്. എങ്ങനത്തെ വ്യാഖ്യാനം? ശാസ്ത്രത്തിലും യുക്തിയിലും അടിസ്ഥാനമിട്ടത്. വിശ്വാസത്തിന് യുക്തി വേണം, അതിന് ദൈവശാസ്ത്രം എന്ന് പറയാം. അതെ, യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമാണ്. അപ്പോൾ അദ്ദേഹം യുക്തി കൊടുക്കുകയാണ്, വിശ്വാസത്തിന് യുക്തി കൊടുക്കുകയാണ്, ശാസ്ത്രീയ യുക്തി. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കുന്നത് എങ്ങനെ, മനുഷ്യാവതാരം സംഭവിച്ചത് എങ്ങനെ, പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ചില ഉൾക്കാഴ്ചകൾ കിട്ടുകയാണ് ഈ ഗ്രന്ഥത്തിൽ. പക്ഷെ അതിന് മുമ്പ് അദ്ദേഹം ചർച്ച ചെയ്യുന്ന ഫസ്റ്റ് ഭാഗം വിശ്വാസത്തിനൊരു യുക്തി ഉണ്ടോ എന്നാണ്. നമ്മൾ വിശ്വസിക്കുന്നതിൽ എന്ത് യുക്തിയുള്ളേ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ എന്ത് യുക്തിയുള്ളേ, അതാണ് ആദ്യം ചർച്ച ചെയ്യണേ. ഇനി അങ്ങനെ യുക്തി ഉണ്ടെങ്കിലും വിശ്വാസത്തിൽ സന്ദേഹത്തിന്, സംശയത്തിന് സ്ഥാനമുണ്ടോ? വരാനിരിക്കുന്ന നീ തന്നെയാണോ എന്ന് യോഹന്നാൻ ചോദിക്കുന്നുണ്ടല്ലോ. ഇവനാണ് ദൈവപുത്രൻ സാക്ഷ്യപ്പെടുത്തി അതേ ആൾ തന്നെ അത് ചോദിച്ചത്. അപ്പം വിശ്വസിച്ച ആൾക്ക് തന്നെ സംശയം ഉണ്ടായി. ഇത് നമുക്കുണ്ടാകാം, വിശ്വാസിക്കും സംശയം ഉണ്ടാകാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ അവർ വിശ്വസിച്ചു, അവർ സംശയിച്ചു എന്ന് കാണാം. വിശ്വസിക്കുന്നവന് സംശയിക്കാനും നീ തന്നെയാണോ അവൻ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ തുറന്ന ഹൃദയത്തോടെയാണ്, സരള ഹൃദയത്തോടെയാണ് ചോദിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവനിൽ വന്ന് അവൻ ദൈവത്തെ കണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് സത്യമൊരു കൂടിക്കാഴ്ചയാണ്. ദൈവമായുള്ള കൂടിക്കാഴ്ച, അത് ഒറ്റ കൂടിക്കാഴ്ചയല്ല, നൈരന്തരം മാറുന്ന കൂടിക്കാഴ്ച. നമ്മളിങ്ങനെ അവനെ കണ്ട് അവൻ നമ്മുടെ കൂടെ നടക്കുകയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവനെ കണ്ട് അങ്ങനെയുള്ള അനേകം കൂടിക്കാഴ്ചകളിലൂടെ സത്യമെന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. ഈ കൂടിക്കാഴ്ചയ്ക്ക് നടക്കാൻ നമ്മൾ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പ്രേക്ഷക മനസ്സിന് വചനം പഠിക്കാൻ ഒരുപാടധികം ആഗ്രഹമുണ്ട്, ഒരു പരിധിവരെ വലിയൊരു ആവേശമുണ്ട്. പക്ഷെ ഇത്രയും ഗഹനമായിട്ടുള്ള പഠനത്തിലേക്കൊന്നും സാധാരണക്കാർക്ക് പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സാധാരണക്കാരായ വ്യക്തികൾക്ക്
വചനം എങ്ങനെ പഠിക്കാൻ പറ്റും എന്ന് സാധാരണക്കാരനിൽ നിന്ന് വന്നതാണ് അച്ഛനും. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടും വേദനയോടെയൊക്കെ കടന്നുപോയ അച്ഛനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു ഉത്തരവൊന്ന് പറയാൻ പറ്റുമോ? ലളിതമാണ്, പക്ഷെ ഹാർഡ് വർക്കാണ്. വളരെ ലളിതം. ഹാർഡ് വർക്ക്, ദൈവത്തിൻ്റെ കൃപ. ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറഞ്ഞത്, പീലിപ്പോസിനോട് എത്യോപ്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്, വ്യാഖ്യാനിക്കാതെ വചനം എങ്ങനെ മനസ്സിലാകും? വചനം വ്യാഖ്യാനിക്കുക തന്നെ വേണം. യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് മത്തായി, മർക്കോസ്, ലൂക്ക 3 സുവിശേഷം നമ്മൾ സമാന്തര സുവിശേഷം എന്ന് പറയാം. അതെ, ഒരുപോലെയാണ് അതിൻ്റെ ഏകദേശം ഘടന. യോഹന്നാൻ വേറൊരു തരത്തിലാണ്. എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദ്യം ചോദിച്ചാൽ ഏറ്റവും ലളിതമായ ഉത്തരം ഇതാണ്. മത്തായും മർക്കോസും ലൂക്കായും യേശു പൊതുജനങ്ങളോട് പ്രസംഗിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടില്ല. അവർ വീട്ടിൽ വരുമ്പോൾ അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ശിഷ്യന്മാർ അവർക്ക് രഹസ്യമായി സ്വകാര്യമായി യേശു പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതാണ് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാൻ അത് മനസ്സിലാക്കാൻ കുറച്ച് കൂടുതൽ സാധ്യതയുണ്ടായിരുന്നു. കാരണം യോഹന്നാൻ്റെ അപ്പൻ സെബദി ജെറൂസലം ദേവാലയത്തിൽ പുരോഹിതനായിരുന്നു. അതിനാൽ മഹാപുരോഹിതന് പരിചയമുണ്ടായിരുന്നതൊക്കെ ബൈബിളിൽ യോഹന്നാന്റെ സൂചന. അതേസമയം പുരോഹിതനുമായിരുന്നു. ഒരാഴ്ചയാണ് പുരോഹിത വൃത്തി വേണ്ടു, ബാക്കിയുള്ള സമയത്തൊക്കെ മുക്കുവനായിരുന്നു. അപ്പോൾ ഈ യോഹന്നാന് ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വകാര്യമായും കർത്താവ് പഠിപ്പിച്ചിരുന്നു. തീർന്നില്ല. നടപടി ഗ്രന്ഥം 1:3 നമ്മൾ വായിക്കുന്നു, പീഡാനുഭവത്തിന് ശേഷം യേശു 40 ദിവസത്തേക്ക് അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. 40 ദിവസം, ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം പഠിപ്പിച്ചു. 10 ദിവസം ഇൻറ്റൻസീവായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പെന്തക്കോസ്താനുഭവം ഉണ്ടായത്. ഇത് ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വ്യാഖ്യാനിക്കാതെ വചനം മനസ്സിലാകില്ല. എങ്ങനെ വ്യാഖ്യാനിക്കും? പള്ളിയിൽ പ്രസംഗം മാത്രം കേട്ടാൽ പോരാ. നല്ല വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഈ പറഞ്ഞ ബെനഡിക്ട് പാപ്പായുടെ ഗ്രന്ഥങ്ങളും പിന്നെ ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല ഗ്രന്ഥങ്ങൾ വചനത്തോടൊപ്പം നമ്മൾ പഠിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. ഇത്രയായാൽ ഈ പറഞ്ഞ ഗഹനമായ സംഗതികളിലേക്ക് തന്നെ ലളിതമായി കടക്കാം. പക്ഷേ കഠിനാധ്വാനവും കൃപയും. ഒത്തിരി സന്തോഷം മണിപ്പറമ്പച്ച. 2 ചോദ്യങ്ങളോട് ബാക്കി നിൽക്കുകയാണ്. ഒന്ന്, സഭയുടെ ഇപ്പോഴത്തെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ മേലധികാരികളെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും സഭയുടെ ഭാവിയെക്കുറിച്ചും, പ്രത്യേകിച്ച് വചനം പഠിക്കുവാനായിട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് തളച്ചു വളർന്നു. 1967 ആരംഭിച്ച് 2017 50 വർഷം തികയാണ്. കരിസ്മാറ്റിക് പ്രസ്ഥാനം വലിയൊരു പ്രചോദനം കൊടുക്കുകയുണ്ടായിരുന്നു. അപ്പോൾ വചനത്തിലേക്കുള്ള വലിയൊരു ചാനൽ അതിലൂടെ ക്ലിയറായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ ഇപ്പോഴത്തെ വളർച്ചയെക്കുറിച്ചും സഭയുടെ ഭാവി ഇതിനെക്കുറിച്ചും അച്ഛനെ പോലെയുള്ള ഒരു പണ്ഡിതൻ്റെ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ ജനം. ഞാനൊരു ഒരൊറ്റ വാചകത്തിൽ അവസാനം അത് ചുരുക്കാൻ പറ്റും. ഇവിടെ മിനിഞ്ഞാന്ന് ഇവിടുത്തെ UAE മെത്രാനച്ചൻ പോൾ ഹെൻറി പിതാവ് കപ്പുച്ചിൻ സഭയുടെ മിനിസ്റ്റർ ജനറൽ പറഞ്ഞൊരു വചനം. അതെ, അതായത് ആത്മീയമായിട്ട് പറക്കുകയാണ് അൽമായർ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെ. അവരെ ഒന്ന് വേദപുസ്തകത്തിൽ അടിത്തറയിടാൻ വേണ്ടിയിട്ടാണ് മാണിപ്പുറത്തോട് വന്നിരിക്കുന്നത്. ശരിയാ, ഞാൻ ഉണ്ടായിരുന്നു. ആത്മീയമായി പറക്കുന്നതോടൊപ്പം വേദപുസ്തകത്തിൽ അടിത്തറയിടും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സഭയുടെ വളർച്ച വളരെ കേമമായിട്ട് നടക്കുന്നു. ദൈവം സ്വതസിദ്ധമായ രീതിയിൽ അവതരിപ്പിച്ച വചന വിപ്ലവമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം. അതിന് വേദപുസ്തകത്തിൽ അടിത്തറ കൂടി ഉണ്ടായാൽ സഭ മുന്നോട്ട് തന്നെ. അവസാനമായിട്ട് പ്രവാസി മലയാളികളോട് അച്ഛന് പറയാൻ എന്താ ഉള്ളത്? അതും ഒരു വചനത്തിൽ ചുരുക്കാം. അതെ, ജോലി തേടി വന്നു എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നണേ. അതെ, അത് ദൈവം ഒരുക്കിയൊരു സാഹചര്യം മാത്രമാണ്. അവർ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വചനം ഇവിടെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ക്രൈസ്തവ വിശ്വാസം തളം കെട്ടി നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പും സ്തുതിയും സ്തോത്രവും ഈ വചന പഠനമൊക്കെ ആകുമ്പോൾ ഈ അന്തരീക്ഷം മുഴുവൻ ഈ വിശ്വാസം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ പള്ളികളും ഇവിടുത്തെ മഹാമനസ്കതയുള്ള നാടിൻ്റെ ഭരണാധികാരികൾ ഫ്രീ ആയിട്ട്, പണമില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് നൽകിയതാണ്. അതെ. അപ്പോൾ കർത്താവിൻ്റെ കൃപ അവരിലൂടെ വർക്ക് ചെയ്യുന്നത് കാണുമ്പം വിസ്മയം അല്ലാണ്ട് വേറെ എന്താ നമുക്കുള്ളത്? പ്രവാസികൾ ആവോളം ഇതിൽ വളരട്ടെ. അതെ, വചനത്തിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സ്നേഹത്തിലും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശാലോം TV കാണുന്ന എല്ലാ പ്രേക്ഷകരോടും മാണിപ്പറമ്പച്ചനോട് നമുക്കായി നൽകിയ ഈ നല്ല 2 എപ്പിസോഡുകളും അതോടൊപ്പം ഉൾക്കാഴ്ചകളും വചനം പഠിക്കുവാനുള്ള വലിയൊരു തീക്ഷ്ണത നൽകിയിട്ടുള്ള ഒരു കനലായിട്ട് കത്തിജ്വലിക്കട്ടെ. നമ്മുടെ കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും അച്ഛനെ പോലുള്ള അവരുടെ നല്ല പാണ്ഡിത്യം
ലോകമെമ്പാടും ഈടുറ്റ ഗ്രന്ഥങ്ങളിലൂടെയും വചനപ്രഘോഷങ്ങളിലൂടെയും എത്തി നിൽക്കട്ടെ. അതോടൊപ്പം ഈ കരിസ്മാറ്റിക്കിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന ഈ കാലഘട്ടം ഇത് പുതിയൊരു പുത്തൻ ഉണർവിൻ്റെ ഒരു കാലഘട്ടമായിട്ടും വചനം ഏറ്റവും തനിമയോടുകൂടെ എല്ലാ മക്കളിലും മനുഷ്യത്വത്തിൻ്റെ രൂപത്തിലും ഭാഷയിലും എത്തിച്ചേരുവാൻ അച്ഛനെടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും അച്ഛൻ്റെ ഉൾക്കാഴ്ചകൾക്കും പുസ്തകങ്ങൾക്കും 1000 നന്ദി പ്രേക്ഷകരോടൊപ്പം നേർന്നുകൊള്ളുന്നു. നന്ദി. അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച പുതിയ ബോധങ്ങളെ ഓർത്ത് നന്ദി പറയാം. അച്ഛനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com